കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്നാദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ പണിതുയർത്തണം, അത് അർത്ഥവത്താക്കണം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വായനകൾ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ക്രിസ്ത്യാനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആനന്ദം ഉള്ള വ്യക്തിയായി മാറുക. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഓർക്കുന്നില്ലേ? ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുക, ആനന്ദമുള്ളവരായിട്ട് മാറുക. ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര ഈ ആനന്ദമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35 വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കഴുത്തേലൊരു കൊന്ത കിടക്കുന്നത് കൊണ്ടോ ബെന്തിങ്ങ ഇടുന്നത് കൊണ്ടോ ഒരാൾ നമ്മളെ കണ്ടിട്ട് ക്രിസ്ത്യാനിയായിട്ട് പറഞ്ഞാൽ പോരാ. അതിനേക്കാൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർ പറയട്ടെ. പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട്. ഒന്നിന് പകരം 2 ബെന്തിങ്ങ ഇട്ടാലും ക്രിസ്ത്യാനി ആവണമെന്നില്ലെന്ന്. നമ്മൾ എത്രമാത്രം ബെനഡിക്റ്റൈൻ കുരിശോ മറ്റു കാര്യങ്ങളൊക്കെ സ്വന്തമാക്കി കൈ പിടിച്ചുകൊണ്ട് നടന്നാലും ക്രിസ്ത്യാനി ആവണമെന്നില്ല. ക്രിസ്ത്യാനിയാകാൻ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം കറതീർന്ന സ്നേഹമാണ്. ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ പറയേണ്ടത് നമ്മുടെ ആനന്ദം കണ്ടിട്ടാണ്. ഇന്ന് പലരുടെയും ലക്ഷ്യം സന്തോഷം. അതുകൊണ്ട് ചിലർ പരീക്ഷയിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, തോറ്റുപോയി, അവർക്ക് സന്തോഷിക്കാനും പറ്റുന്നില്ല, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുക. ചെറിയൊരു കടബാധ്യത വന്നത് പെട്ടെന്ന് ചിന്ത പോയത് മരിച്ചേക്കാം, അതാ ഭേദം. ഈ അവസ്ഥയിൽ ഈ നാണക്കേട് അനുഭവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നമ്മൾ കണ്ടു, അപ്പസ്തോലന്മാർ ചെയ്തൊരു കാര്യം, പരിശുദ്ധ കന്യാമറിയം ചെയ്തൊരു കാര്യം, യേശു ചെയ്തൊരു കാര്യം, ആത്മാവിൽ ആനന്ദിച്ചു. അവർക്ക് സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, ഇത് സാധ്യമാണെന്ന് തെളിയിക്കുന്നൊരു അധ്യായമാണ് ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് 3 ചെറുപ്പക്കാരെ. എന്നെ പ്രായമായി അവർ, യൗവനം. ആ പ്രായത്തിൽ 3 അഗ്നിയിലേക്ക്, അത് സാധാരണയിൽ നിന്നും 7 ഇരട്ടി ഉയർത്തി കത്തിച്ച അഗ്നിയിലേക്ക് വലിച്ചെറിയുക. അവർ എറിയപ്പെടാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും കരഞ്ഞു നിറവിളിച്ചാണോ പോയത്? ഈ തീക്കകത്തേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞിട്ടും അവിടെ അയ്യോ എൻ്റെ കാര്യം തീർന്നു എന്നും പറഞ്ഞ് അവിടെ
കണ്ണടച്ച് കിടക്കുകയാണോ ചെയ്തത്? അവർ അഗ്നിയിലൂടെ നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ആര് വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആനന്ദം മുഖമുദ്രയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും. സാഹചര്യം നോക്കണ്ട, എത്ര വലിയ പ്രതികൂല സാഹചര്യമാണെങ്കിലും കർത്താവിൽ ആനന്ദിക്കണോ? ആനന്ദിക്കാൻ പറ്റും. സഹനത്തിൻ്റെ നടുവിൽ കർത്താവിൽ അഭിമാനിക്കണോ? അഭിമാനിക്കാൻ പറ്റും. ഇതിനെല്ലാം ആവശ്യമായൊരു കാര്യം ഇന്നത്തെ രണ്ടാം വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പരിച്ഛേദന ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. അതല്ല എന്ന് നമ്മുടെ പാരമ്പര്യമല്ല പ്രധാനപ്പെട്ടത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനാണ് നമുക്ക് വ്യക്തിപരമായ ദൈവാനുഭവം വേണം. കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ സാധ്യമാകൂ എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, ചെന്നായ്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്കളുടെ ഇടയിലേക്ക്. ചെന്നായ്കളായി ജീവിക്കേണ്ടവരല്ല, ചെമ്മരിയാടായിട്ട് തുടരണം. ചുറ്റുപാടും ചെന്നായ്കളാണെങ്കിലും ചെമ്മരിയാടുകളായിട്ട് നമുക്ക് തുടരാൻ പറ്റണം. അതിന് നല്ല ആത്മീയതയും ദൈവാനുഭവം, അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഇതിൻ്റെ തന്നെ പാരലൽ സുവിശേഷ ഭാഗമാണ് മത്തായി 10:16. മത്തായി 10-ലും ലൂക്കാ 10-ലും ഒക്കെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരെ കർത്താവ് അയക്കുന്നു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന മത്തായി 10:16 നമ്മൾ വായിക്കുന്നത്, ചെന്നായ്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം. ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യം, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം, സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം. പ്രാവിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ഇണപ്രാവ് ചത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു പ്രാവുമായിട്ട് ചേരത്തില്ല. ഇണപ്രാവ് ചത്തു കഴിഞ്ഞാൽ ശിഷ്ടകാലം അത് തന്നെ ആ ഒരവസ്ഥയിൽ മുമ്പോട്ട് പോകും. അങ്ങനെ മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കണേ. ജീവിത പങ്കാളി ജീവിച്ചിരിക്കെ തന്നെ വേറെ വ്യക്തികളെ തേടിപ്പോയെന്ന് വരും. അഭീത ബന്ധങ്ങൾ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരും അറിയാതിരുന്നാൽ മതി. വേറെ ചിലരുടെ കേസിൽ അറിഞ്ഞിട്ട് പോലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ചില പക്ഷിമൃഗാദികളിൽ നിന്ന് പോലും ദൈവമക്കളായി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഈ പക്ഷിമൃഗാദികളെക്കാൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്ന കാര്യം നമ്മൾ മറക്കരുത്. അവിവേകം മൂലം എന്തെല്ലാം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന വ്യക്തികൾ ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടി നടക്കുകയാണ്. ഇനി എവിടെയാണ് പരിഹാരം? ആ പരിഹാരം അന്വേഷിച്ച് പോയി അവസാനം വേണേ വിശ്വാസം കളയുന്ന, ആത്മാവിനെ നശിപ്പിക്കുന്ന, നിത്യജീവൻ നഷ്ടമാക്കുന്ന കാര്യത്തിൽ പോലും ചെന്നെത്തി. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം. എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്? അവിവേകം കാരണം. പ്രശ്നം ഉണ്ടായത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാതിരുന്നത് കൊണ്ട്. എന്നിട്ട് ഇന്ന് കാലുബന്ധനായ പോലെ ഓടി നടക്കുക. വെറുതെയല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം. ഇത് നഷ്ടപ്പെടുത്തി കുറേ സൗന്ദര്യം കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഈ വിവേകം നഷ്ടപ്പെടുത്തി കുറേ സമ്പത്ത് കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഈ വിവേകമില്ലാതെ കുറേ വിദ്യാഭ്യാസം കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? അതാണ് കർത്താവ് ചോദിക്കുക. നിന്നെ ക്രിസ്ത്യാനിയാക്കുന്നത് ഈ ആത്മീയ ആനന്ദമാണ്. നിന്നെ ക്രിസ്ത്യാനിയാക്കുന്നത് വിവേകമാണ്. നിന്നെ ക്രിസ്ത്യാനിയാക്കുന്നത് ഈ ഒരു നിഷ്കളങ്കതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും വരത്തില്ല. ഇന്നത്തെ ആദ്യ വായനയിൽ നമുക്കറിയാമല്ലോ, അമ്മ കൊച്ചിനെ മടിയിലിരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് സ്നേഹത്തോടെ! കൊച്ചിനാണേലും മടിയിലിരിക്കുന്ന എന്ത് സന്തോഷം! അമ്മ കൊച്ചിനെ എളിയിലേറ്റ് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മ കൊച്ചിനെ ലാളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മ കൊച്ചിന് ഉമ്മ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ദൈവം
യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് നൽകുമെന്ന്. ഇന്നത്തെ ആദ്യ വായനയുടെ സന്ദേശം അതാണ്. അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം, അതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അതില്ലാതെ വരുമ്പോഴാണ് ആരുടെയെങ്കിലും പുറകെ പോയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ പിന്നെ നിരാശയായി, ആത്മഹത്യാ ചിന്തയായി, എല്ലാവരോടും ദേഷ്യമായി, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇതുപോലെ കുടുംബത്തിനും നാടിനും ഒക്കെ ഭാരമായി മാറിയിരിക്കുന്ന വ്യക്തികൾ, അത് വരാതിരിക്കണമെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്ക് ദൈവത്തിൽ സമ്പന്നത കണ്ടെത്താൻ പറ്റണം. ലോകം പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ദൈവം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. അത് പഠിക്കണം. 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, സമ്പന്നനായിരുന്നിട്ടും സകലത്തിൻ്റെയും ഉടയവനായിരുന്നിട്ടും അവൻ നമ്മെ പ്രതി ദരിദ്രനായി. എന്തിനാ? തൻ്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മളെ സമ്പന്നരാക്കാൻ. കുറേ പണമുണ്ടായാൽ പോരുന്ന്, ആത്മീയ സമ്പത്താണ് നമുക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സമ്പന്നരാവുക. മത്തായി 5-ന്റെ 3-ാമത്തെ വചനം എടുത്താൽ അതിൻ്റെ സന്ദേശം എന്താ? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരെന്ന് പറഞ്ഞാൽ കീറത്തുണി കൊടുത്ത് നടക്കുന്നൊന്നുമല്ല. അങ്ങനെ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങളും വേണ്ടാന്ന് പറയുന്നതല്ല. ആത്മാവിൽ ദരിദ്രരെന്ന് പറഞ്ഞാൽ ആത്മീയ സമ്പത്തുള്ളവർ. ആത്മീയ സമ്പത്ത് ഇത് നമ്മൾ ദൈവത്തിൽ കണ്ടെത്തണം. കൊളോസസ് 2-ാം അധ്യായം 3-ാമത്തെ വചനം പറയുക, ഈ സമ്പന്നത കിട്ടണമെങ്കിൽ യേശുവുമായിട്ട് നമുക്ക് അടുത്ത ഒരു ബന്ധം ഉണ്ടാകണം, വ്യക്തിബന്ധം ഉണ്ടാകണം. ആ യേശുവിനെ നമ്മൾ ആഴമായിട്ട് സ്നേഹിക്കണം. കാരണം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിധികൾ ഒളിഞ്ഞു കിടക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ഈ നിധി കണ്ടെത്തണം, അല്ലാതെ ലോകത്ത് കുറേ കാശുണ്ടാക്കിയ പോരുന്നു. നിധി കണ്ടെത്തണം, അത് യേശു ക്രിസ്തുവിലാണ്. അവനെ കണ്ടെത്തിയവരും അവനുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ആ നിധി ഉണ്ടാകും, അവർ സമ്പന്നരാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ എടുക്കേണ്ടതും കൊടുക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്, സമാധാനം. ശിഷ്യന്മാരെ അയച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഏത് ഭവനത്തിൽ കയറിയാലും ആദ്യം അവർക്ക് സമാധാനം കൊടുക്കുക. സമാധാനമില്ലാത്തവരെങ്ങനെ സമാധാനം കൊടുക്കും? നമുക്ക് കൈവശമില്ലാത്തതൊന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? സമാധാനം കൊടുക്കണമെങ്കിൽ സമാധാനം എടുക്കണം. അതെവിടെ നമ്മൾ കണ്ടെത്തും? യോഹന്നാൻ 14-27 വായിച്ചാൽ മതി. ഞാൻ തരുന്ന സമാധാനം, നിലനിൽക്കുന്ന സമാധാനം. അതേ, എൻ്റെ ഈ രോഗം ഒന്ന് മാറിയാൽ സമാധാനമായേനെ, എൻ്റെ പിള്ളേരൊക്കെ ഒന്ന് വളർന്നാൽ സമാധാനമായേനെ, അവരുടെയൊക്കെ വിവാഹം ഒന്ന് നടന്നാൽ സമാധാനമായേനെ എന്ന് പറയുന്നതല്ല ഈ സമാധാനം. ഇത് ദൈവം നൽകുന്ന സമാധാനം. അഗ്നിയിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന സമാധാനം. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമാധാനം. മറ്റാരും നമ്മളെ അംഗീകരിക്കുന്നില്ലെങ്കിലും ദൈവം അംഗീകരിക്കുന്നത് മൂലം നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം ദൈവത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ, വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ സമാധാനം കെടുത്തുന്നത് നിങ്ങളെല്ലാം ആണെന്ന് പറഞ്ഞ് വല്ലവരുടെയും പുറകെ ഓടി നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമ്മൾ ദൈവത്തിലേക്ക് തിരിയണം, ഈ സമാധാനം കണ്ടെത്തണം. ഇനി അത് എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന 3 തലങ്ങളിൽ ആയിരിക്കണം എന്നുള്ളത് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നാൽ അവിടെ താമസിക്കുക. ചിലങ്ങനെ കറങ്ങി നടപ്പാം, വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അവർക്ക്. നമ്മൾ സമാധാനമുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കേണ്ട സമയത്ത് വീട്ടിൽ നിൽക്കും, ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും. ചിലർ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് വീട്ടുകാർക്ക് സമാധാനം. അതെന്തുകൊണ്ടാണ്? സമാധാനം ഇല്ലാത്തവരും സമാധാനം നൽകുന്നവരല്ലാത്തത് കൊണ്ട്. രണ്ടാമതൊരു കാര്യം, അവർ തരുന്നത് ഭക്ഷിക്കുക. ഈ ഭക്ഷണത്തിൻ്റെ പേര് നമ്മൾ ഒരുപാട് അസ്വസ്ഥത കുടുംബത്തിൽ ഉണ്ടാക്കരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ ഉണ്ടാക്കി കൊടുത്താലും തൃപ്തിയില്ല, എന്നൊക്കെ വിഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതില്ല ഇതില്ല എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിളമ്പുന്നത് ഭക്ഷിക്കുക എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചേ? ഈ ഭക്ഷണം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനം അത് നഷ്ടമാകാതിരിക്കാൻ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മിണ്ടാതിരിക്കണം. കിട്ടിയത് കഴിച്ചുകൊണ്ട് പോകാനായിട്ട്
നമ്മൾ തയ്യാറാകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമതൊരു കാര്യം, ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സേവനം അനുഷ്ഠിക്കണം. ഇതൊന്നും ഇല്ലാതെ വെറുതെ പൊരുന്ന കോഴിയെ പോലെ ഒന്നും ചെയ്യാതെ കൊണ്ട് നടക്കുന്നവർക്ക് അവർ ബാക്കിയുള്ളവരുടെ സമാധാനം കൂടെ കെടുത്തും. അതുണ്ടാകരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ താമസിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, താമസിക്കുന്ന സ്ഥലം സമാധാനം കെടുത്തുന്നതാകരുത്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം മാത്രമല്ല, കർത്താവ് പറഞ്ഞൊരു കാര്യം, അവിടെ രോഗികളായിട്ടുള്ളവരെ സുഖപ്പെടുത്തുക ഒരു സേവനമാണ്. ഇവിടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ സാക്ഷ്യ ജീവിതം കൊണ്ടെല്ലാം സാധ്യമാകും എന്നുള്ളത് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് തിരുത്തേണ്ടതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, തിരുത്താം. ഏറ്റെടുക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, ഏറ്റെടുക്കാം. അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിൻ്റേതായിട്ടുള്ളൊരു ആനന്ദം അനുഭവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.